ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ കൂടുതൽ പേർക്ക് ഇ.ഡി. സമൻസ്. ദേവസ്വം മുൻ സെക്രട്ടറി എസ്. ജയശ്രീ, സ്വർണ്ണക്കവർച്ചയിലെ ഇടനിലക്കാരൻ കൽപേഷ് എന്നിവർക്കാണ് സമൻസ്. അടുത്തയാഴ്ച കൊച്ചിയിൽ ഹാജരാകണമെന്നാണ് നോട്ടീസ്. സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളെന്നാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകാൻ 2019 ഉത്തരവിറക്കിയത് ജയശ്രീ ആയിരുന്നുവെന്നാണ് നിഗമനം. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ 4ാം പ്രതിയാണ് മുൻ ദേവസ്വം സെക്രട്ടറി എസ്. ജയശ്രീ. സ്വർണ്ണപ്പാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്തി അറ്റകുറ്റപ്പണികൾക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ ഉത്തരവിട്ടത് ജയശ്രീയാണെന്ന് SIT കണ്ടെത്തിയിരുന്നു. മിൻസിൽ തിരുത്തൽ വരുത്തിയുള്ള ഉത്തരവ് കവർച്ചയിലുള്ള പങ്കാളിത്തമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. 2017 ജൂലൈ മുതൽ 2019 ഡിസംബർ വരെ ജയശ്രീയായിരുന്നു ദേവസ്വം ബോർഡ് സെക്രട്ടറി. 2020 വിരമിച്ചത്. ദേവസ്വം ബോർഡ് തീരുമാനങ്ങളാണ് ഉത്തരവായി പുറത്തിറക്കിയതെന്നായിരുന്നു എസ്. ജയശ്രീയുടെ മൊഴി. സ്വർണം ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയത് സംബന്ധിച്ചാണ് ഇഡിയും വിവരങ്ങൾ തേടുന്നത്. സ്വർണ്ണക്കവർച്ചയിലെ ഇടനിലക്കാരനെന്ന് കണ്ടെത്തിയയാളാണ് കൽപേഷ്. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് സ്വർണ്ണമടങ്ങിയ കവർ കൈപ്പറ്റി ബെല്ലാരിയിലെ ഗോവർദ്ധന് നൽകിയത് കൽപേഷ് ആയിരുന്നു. രാജസ്ഥാൻ സ്വദേശിയാണ്. ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായ മുരാരി ബാബു, എസ്. ശ്രീകുമാർ എന്നിവരെ ഇഡി ചോദ്യം ചെയ്തിരുന്നു. ജനം, കൊച്ചി.